298 മനുഷ്യജീവനുകൾ പൊലിഞ്ഞ കേരളം നേരിട്ട മഹാദുരന്തത്തിന് ഒരാണ്ട്. പ്രകൃതി അതിൻ്റെ സംഹാര താണ്ഡവമാടിയപ്പോൾ സർവവും മണ്ണിൽ പുതഞ്ഞു താഴ്ന്നു. ഒരിക്കൽ കൂടി ഓർക്കാൻ ആരും ആഗ്രഹിക്കാത്ത ദിനങ്ങളായിരുന്നു അത്. നിറയെ പ്രതീക്ഷകളോടെ ഉറങ്ങാൻ കിടന്നവർ, പിറ്റേന്ന് സ്കൂളിലേക്ക് പോകുവാൻ പുസ്തകങ്ങൾ അടുക്കി വെച്ച കുരുന്നുകൾ, ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ തീർക്കുവാനുള്ള ഓട്ടപ്പാച്ചിലിനിടെ ഒന്ന് തല ചായ്ച്ചവർ, എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് മണ്ണിൽ പുതഞ്ഞാണ്ടുപോയി. ഹരിതഭംഗി കൊണ്ട് നയനാനന്ദകരമായ കാഴ്ചകൾ ഒരുക്കി വച്ചിരുന്ന സുന്ദരമായ പ്രകൃതി തന്നെ ഒരു നിമിഷം മാറു പിളർന്ന് രൗദ്രഭാവം പുറത്തെടുത്തു. ആ കുത്തൊഴുക്കിൽ ഒന്ന് നിലവിളിക്കുവാൻ പോലും സാധിക്കാതെ മനുഷ്യജീവനുകൾ ഒലിച്ചുപോയി. ഉരുൾപൊട്ടിയെത്തിയ മണ്ണിൻ്റെ മണമുള്ള ജലത്തിന് പിന്നെ മനുഷ്യരക്തത്തിൻ്റെ രൂക്ഷഗന്ധമായിരുന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെയും വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെയും ഒഴുകിയ മനുഷ്യ ശരീരങ്ങളിൽ ഏറിയ ഭാഗവും വന്നടിഞ്ഞത് ചാലിയാർ പുഴയുടെ ഓരങ്ങളിലായിരുന്നു. കൈയും തലയും ഉടലുമെല്ലാം വേർപെട്ട രീതിയിലായിരുന്നു മിക്ക ശരീരഭാഗങ്ങളും. ആ ദിനങ്ങൾ ഓർക്കുമ്പോൾ ഓരോ നിലമ്പൂരുകാരനും ഇന്ന് ഉള്ളു വിങ്ങുകയാണ്. ഉരുൾപൊട്ടലിന് ശേഷമുള്ള ദിനങ്ങളിൽ ദിവസങ്ങളോളം നിലമ്പൂരിൻ്റെ വീഥികളിൽ ആംബുലൻസുകളുടെ നിലയ്ക്കാത്ത സൈറണുകളായിരുന്നു. വന്നടിഞ്ഞ ശരീരങ്ങളിൽ ഒന്നിനു പോലും ജീവന്റെ തുടിപ്പ് ഇല്ലെന്നറിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനത്തിനായി നിലമ്പൂർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. ചാലിയാറിൻ്റെ ഉത്ഭവം തുടങ്ങുന്ന മുണ്ടേരി വനത്തിൽ നിന്നും ചാലിയാർ പുഴയുടെ എല്ലാ തീരങ്ങളിലും മനുഷ്യ ശരീരങ്ങൾക്കായി തിരച്ചിലിന് ദൗത്യസേനകൾക്കൊപ്പം ഓരോ നാട്ടുകാരനും പങ്കാളിയായി. കണ്ടെത്തിയ മൃതദേഹങ്ങൾ അപ്പപ്പോൾ എത്തിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മെയ് മറന്ന് നിലമ്പൂർ ജനത ഒത്തുചേർന്ന് പ്രവർത്തിച്ചു. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആംബുലൻസുകൾ നിലമ്പൂരിലേക്ക് കുതിച്ചെത്തി. ഉറ്റവരുടെ ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ ചൂരൽ മലയിറങ്ങിയെത്തിയ ബന്ധുക്കളുടെ വിലാപങ്ങൾ ദിവസങ്ങളോളം നിലമ്പൂരിനെ ശോകമുഖമാക്കി. ചൂരൽ മലയിലാണ് ഉരുൾപൊട്ടൽ നാശം വിതച്ചതെങ്കിലും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഭൂരിഭാഗവും കണ്ടെടുത്തത് ചാലിയാർ പുഴയുടെ മടിത്തട്ടിൽ നിന്നുമായിരുന്നു. മുണ്ടക്കൈ ചൂരൽമര ദുരന്തത്തിന് 1 വർഷം തികയുമ്പോൾ വേദനയോടെയല്ലാതെ ആ ദിവസങ്ങൾ നമുക്ക് ഓർക്കാനാകുന്നില്ല. കേരളം കണ്ട ആ മഹാദുരന്തത്തിൽ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് മടങ്ങിയവർക്ക് വൺ ടിവിയുടെ ബാഷ്പാഞ്ജലി.